ചൂടൊക്കെ ആയത് കാരണം എല്ലാവർക്കും ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ വെള്ളങ്ങളോടായിരിക്കും അല്ലേ കൂടുതൽ ഇഷ്ടം. ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കി കൂടുതലായിട്ട് നമ്മൾ വെള്ളങ്ങൾ, തണുത്ത വെള്ളങ്ങളാവും കുടിക്കുക. പിന്നെ നമ്മളൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു നാരങ്ങ വെള്ളമാണ് നമ്മുടെ ബ്രസീലിയൻ ലെമനേഡ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാരങ്ങ ഇതുപോലെ 4ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 3 പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ, കണ്ടൻസ്ഡ് മിൽക്ക്. ഇതാണ് ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ പ്രത്യേകത. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നേ ഇല്ല, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് കേട്ടോ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം, ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം മതി കേട്ടോ, കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ജാറടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഒരുപാട് സമയം അടിച്ചെടുക്കരുത്, ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം നാരങ്ങയുടെ ആ ഒരു തൊലി ഭാഗമൊക്കെ അരഞ്ഞു പോവും, അപ്പോൾ അങ്ങനെ അരയാൻ പാടില്ല. അരയാതെ ഒന്ന് പതുക്കെ ഒരു 10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് പുളിയും മധുരമൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈപ്പരസം വരും. അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റുള്ളൊരു നാരങ്ങ വെള്ളം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മുടെ ബ്രസീലിയൻ ലെമനേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.